അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम की मैं महिमा करता हूँ. परमेश्वर के वचन से आप सभी का स्वागत करता हूँ. എന്നും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഈ വാത്സല്യ സഭ, ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ, मैं हमेशा अपनी प्रार्थनाओं में याद करने वाले एक कलीसिया और यहाँ के सारे विश्वासीगण, ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, यहाँ पे सेवकाई करने वाले परमेश्वर के दास, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. आप सभी का मैं परमेश्वर के नाम पे स्वागत करता हूँ. ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇങ്ങനെ ഓർക്കാനിടയായിത്തീർന്നു. जब मैं यहाँ पे खड़ा हूँ, मैं इस प्रकार सोच रहा था, ഈ പിള്ളേരിരിക്കുന്ന പോലെ ഇരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഇന്ന് കുടുംബശ്രാജനത്തിലുണ്ട്. यहाँ पे जहाँ बच्चे के समान बैठे हुए थे वो दो लोग आज परिवार के साथ यहाँ पे हैं. എബിനിപ്പം ഫാമിലി ആണെങ്കിൽ ഇപ്പോഴും എനിക്ക് കുഞ്ഞു മോനാണ്. मैं अभी एक परिवार के साथ हूँ, परंतु मैं अभी भी एक बच्चे के समान हूँ पासवान के लिए. ജിത്തുവും വിറ്റസ് എല്ലാ കുഞ്ഞുങ്ങൾ വളരുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവർക്കൊരുക്കുന്ന നന്മകൾക്കായി, ദൈവം ഒരു പണിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ഞാൻ നന്ദിയോടെ നാമത്തെ സ്തുതിക്കുന്നു. और जितने सिस्टर के परिवार भी उस प्रकार ही है जिस प्रकार हम छोटे थे, अभी भी देख रहे हैं ग्रोथ हो रही है. എത്ര വിശ്വസ്തനായ ദൈവമാണ്. हमारे परमेश्वर कितना विश्वास योग्य है. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. परमेश्वर के दास परमेश्वर का वचन इस प्रकार बोलता है, मैं छोटा था परंतु अब बड़ा हो गया हूँ. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നു, അവന്റെ സന്തതി അപ്പുവിരക്കുന്നു ഞാൻ കണ്ടിട്ടില്ല. परंतु नीतिमान जो है वो एक बलवंत के साथ है, वो अपने भोज को स्वयं तैयार कर रहा है. നാം ഈ പിൻപറ്റുന്ന തിരുവചനം जिस वचन का हम पालन करते हैं ഒരു ആയുസ് കൊണ്ട് തീരുന്നതല്ല. वो एक जीवन के साथ समाप्त नहीं होता. നമ്മളുടെ ദൈവത്തിന്റെ വാഗ്ദത്തം അത് തലമുറ തലമുറയായി ആഴുന്നതാണ്. जो वायदा परमेश्वर ने दिया है वो पीढ़ी दर पीढ़ी चलता रहता है. എന്നാൽ പലരും ഇത് മനസ്സിലാക്കാറില്ല. परंतु कुछ लोग वो समझ नहीं पाते നാം हैं. ആയിരിക്കുന്ന ഈ കൃപയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. जो कृपा परमेश्वर हमारे अंदर दी है उसके बारे में आप जागरूक रहें. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. एक कहानी मैंने इस प्रकार सुनी है. ഒരിക്കൽ സിംഹം एक शेर വനത്തിനകത്ത് ഇങ്ങനെ വേട്ടയാടാൻ മുന്നോട്ട് പോയി. जंगल में अपने एक प्रे का ढूंढ रहा था. वो ഒരു കാട്ടുപോത്ത് പോകുന്നുണ്ട്. കാട്ടുപോത്ത് तब वो देखता है कि जंगली एक വൈൽഡ് ऑक्स അതിന്റെ പുറകെ പോയി. एक जंगली भैंस के पीछे जाता है അത് മരണപ്പാളത്തിന് ഭയങ്കര സ്പീഡിൽ ഓടി. और वो तेजी से भाग रहा है शेर को देख के. സിംഹത്തിന് അത്ര ഓടാൻ പറ്റുന്നില്ലെങ്കിൽ നോക്കിയ പെട്ടെന്ന് നോക്കി ഒരു മാൻ ഓടുന്നത് കണ്ടു. परंतु वो शेर भाग नहीं पाता. वो देखता है कि एक हिरन वहां पे है. ഈ കാട്ടുപോത്തിനെ വിട്ടത് മാനിന്റെ പുറകെ ഓടി. वो भैंस को छोड़ के हिरन के पीछे भागता है. കുറച്ചു നേരം ഓടിക്കഴിഞ്ഞാൽ മാന് പ്രാണശാത്ത് അത് ഓടാൻ തുടങ്ങി, പെട്ടെന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങി. और थोड़ी देर में वो देखता है कि वो जो हिरन है वो भी तेज भागने लगता है. നോക്കി ഒരു മുയൽ ഓടുന്നത് കണ്ടു. फिर शेर देखता है कि वहां पे एक खरगोश है. അതിന്റെ പുറകെ മുയൽ അതിനെ പിടിക്കാൻ പോയി. और वो उस खरगोश के पीछे भागने लगता है. നിങ്ങൾക്കറിയാലോ മുയൽ ഓട്ടത്തിൽ ഭയങ്കര സ്പീഡുള്ള ആളാ. और आप लोग जानते हैं खरगोश कितनी तेज भागता है. അതിന്റെ പുറകെ ഓടാനും സിംഹം ഒത്തിരി ബുദ്ധിമുട്ട്. ഒരു നല്ലൊരു എലി പോകുന്നുണ്ട്. എലി पर वहां पे भी शेर थक जाता है तो वो देखता है कि एक चूहा भाग रहा है. എലിയുടെ പുറകെ പോയി. वो चूहे के पीछे भागता है. ഞാൻ എലി ഒരു പൊത്തിനകത്ത് കയറി. कुछ समय बाद वो चूहा एक गड्ढे के अंदर छुप जाता है. സിംഹം ആ മാളത്തിന്റെ പുറത്ത് ഇങ്ങനെ കാവൽ നിൽക്കുക. और वो शेर उस गड्ढे के बाहर ऐसे इंतजार करता है. പുറത്ത് വരാനായിട്ട് वो चूहे का इंतजार करता है कि बाहर आ जाए. തുടങ്ങിയത് എവിടെയാ? കാട്ടുപോത്തിനെ പിടിക്കാൻ. उसने शुरू करा था जंगली भैंस के सामने से. ഉന്നതമായ ലക്ഷ്യം. वो एक अच्छा लक्ष्य था. ഇപ്പൊ ഇരിക്കുന്ന മാളത്തിന് പുറത്ത് എലി പുറത്ത് വരാൻ വേണ്ടി വെയിറ്റ് परंतु अब वो कहाँ पे इंतजार कर रहा है? एक छोटे चूहे के लिए इंतजार कर रहा है. പറഞ്ഞതിന്റെ താല്പര്യം, मेरे कहने का मतलब ये है, നമ്മുടെ വിളി ഉന്നതമായ വിളിയാണ്. हमारी जो बुलावट एक बहुत अच्छी बुलावट है. നമ്മുടെ ലക്ഷ്യം നമ്മൾ തെറ്റിപ്പോകരുത്. अगर हमारा लक्ष्य उधर जाता है तो. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മളിങ്ങനെ വായിച്ചു, അവരെ പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് എത്തുവാൻ ദൈവം വിളിച്ചെങ്കിലും വഴിയിൽ അവർ പലതിനും വേണ്ടി മുറുമുറുപ്പുവാൻ ഇടയായിത്തീർന്നു. इस्राएल के लोग के बारे में हमने इस प्रकार सुना है, वो उनकी बुलावट एक शहद और दूध वाली जगह के लिए थी, परंतु उनकी यात्रा में उन्होंने बहुत सारी चीजें गलत बोली. അവർ രണ്ടുപേരൊഴിച്ച് വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ചില്ലെന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. उन दो लोगों के अलावा कोई भी वहां पहुंचा भी नहीं. इस प्रकार लिखा है. പൗലോസ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്തി ലേഖനത്തിൽ എഴുതി, അത് നമുക്ക് ബുദ്ധി ഉപദേശമായി ഭവിച്ചു. पौलुस ने इस प्रकार लिखा है कि वो उनके बुद्धि के अधीन था. സ്തോത്രം. ഞാൻ എനിക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ ഞാൻ പെട്ടെന്നൊരു ആലോചന പറഞ്ഞ് ഞാൻ ദൈവത്തിൽ ഇരുന്ന് കൊള്ളാം. जो समय मुझे मिला है उसमें मैं परमेश्वर के वचन को बता के बैठना चाहूंगा. 1-ാം അധ്യായം, എഫേസ്യ ലേഖനം 1-ാം അധ്യായം, एफेसियर पहला अध्याय 18-19 വാക്യങ്ങൾ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും 18-19 वचन. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദിനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വലുപ്പത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. देवदासनाय पौलुसिने വളരെ സത്യമായ ഒരു പ്രാർത്ഥന നമ്മൾ വായിച്ചത് ഇവിടെ. परमेश्वर के दास पौलुस की एक प्रार्थना के बारे में लिखा है यहाँ पे.
പൗലോസ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. वहां पे इस प्रकार लिखा है कि तुम्हारे अंदर की एक बुलावट में एक चमक आनी चाहिए. നിങ്ങൾ അവന്റെ വിളിയാലുള്ള ആശയം നിങ്ങൾ തിരിച്ചറിയണം. उनकी बुलावट का अर्थ क्या है ये समझना जरूरी है. അവന്റെ അവകാശത്തിന്റെ മഹിമാദിനം നിങ്ങൾ തിരിച്ചറിയണം. उनकी बुलावट की एक प्रेजेंस क्या है वो तुम्हें जानना जरूरी है. അവസാനമായി പറയുന്നു അവന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾ തിരിച്ചറിയണം. और आखिर में इस प्रकार लिखा है उनकी ताकतों पे जो भरोसा करता है उनके जीवन में वो कार्य करते हैं. ഇത് ദൈവസഭയെ കുറിച്ചാണ് वो പറയുന്നത്. परमेश्वर कलीसिया के बारे में बोल रहे हैं. എന്താണ് ദൈവസഭ? क्या है परमेश्वर कलीसिया? യേശു പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. यीशु मसीह ने बोला कि मैं अपनी कलीसिया को बनाऊंगा और वो नरक से लड़ेगा, जीतेगा. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഇത് കാണുന്നു. मत्ती के सुसमाचार में इस प्रकार लिखा है. അതിന്റെ ഗ്രീക്ക് പദം എക്ലീസിയ ആണ്. എക്ലീസിയ उसके ग्रीक का टर्म है एक्लीसिया करके है. ദൈവവചനത്തിൽ മത്തായി സുവിശേഷം എഴുതിയത് അരാമ്യ ഭാഷയിലാണ്. और जो मत्ती की सुसमाचार जो लिखा था वो अराम्य की एक भाषा में लिखा हुआ है. അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എക്ലേസിയ എന്ന പദം ഉപയോഗിച്ചു. वो ग्रीक भाषा में ट्रांसलेट करने के बाद एक्लीसिया शब्द बन गया. ഞാൻ ഗ്രീക്ക് പറയാൻ വേണ്ടി അത് പറയുന്നതല്ല, मैं ग्रीक बोलने के लिए नहीं बोल रहा हूं, പറയാൻ വേണ്ടിയാ मैं പറയുന്നത്. बस आपको एक जानकारी देना चाहता हूं. ജനാധിപത്യം ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടത് ഏതൻസിലാ, ഗ്രീക്കിലെ ഏതൻസിലാ. वहां पे ग्रीक में एथेंस नाम की एक जगह पे लोगों ने तो उस समाज के बारे में पता लगा था. ഡെമോക്രസി ആദ്യമായി ജനാധിപത്യം കണ്ടുപിടിക്കപ്പെട്ട ഏതൻസിലാണ്. और सबसे पहले डेमोक्रेसी का उत्पत्ति एथेंस में हुआ था. അവിടുത്തെ പാർലമെന്റിന് അവർ കൊടുത്ത പദമാണ് എക്ലേസിയ. और वहां के पार्लियामेंट को इस प्रकार नाम दिया था, एक्लेसिया नाम दिया था. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവഭക്തന്മാർ ആ പദം മനഃപൂർവ്വമായി ദൈവസഭയ്ക്ക് കൊടുത്തു. और जिन्होंने बाइबल ट्रांसलेट करा था उन्होंने उस शब्द को परमेश्वर कलीसिया को दे दिया. നമുക്കറിയാം ലോകം ഭരിക്കാൻ എല്ലാവർക്കും ഒരു കാലത്ത് അനുവാദമില്ലായിരുന്നു. हम जानते हैं कि पूरी धरती को एक रूल करने के लिए सबके पास परमिशन नहीं थी. രാജാക്കന്മാർക്ക് മാത്രമേ ലോകം ഭരിക്കാൻ അനുവാദമുള്ളൂ. सिर्फ राजाओं के पास वो अधिकार हुआ करता था. മറ്റത് കുലീനന്മാരായ ആളുകളാണ് ലോകം ഭരിച്ചിരുന്നത്. കുലീനന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈറ്റ് പീപ്പിൾ. परंतु वो उस समय जो राजा थे वो बहुत ऊंचे स्तर पे बैठे हुए लोग थे. നമ്മുടെ ഇവിടെയാണ്, ഇന്ത്യയിൽ തന്നെയാണ് ക്ഷത്രിയർക്ക് മാത്രമേ രാജാക്കന്മാരാകാൻ പറ്റത്തുള്ളൂ. अब हम भारत की बात भी देखें तो ऊंचे स्तर पे कुछ क्षत्रिय लोग हैं जो राजाओं की तरह बैठते थे. തിരുവിതാംകൂറിലുള്ളതായ രാജവംശം ക്ഷത്രിയ അല്ലാത്തതുകൊണ്ട് ക്ഷത്രിയരായി രാജഭരണം നടത്തിയ കാര്യമൊക്കെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. हम केरला के बारे में भी जानते हैं, वहां पे भी एक क्षत्रिय था जो राजा की तरह वहां सेवा कर रहा था. എന്തുകൊണ്ട് ദൈവസഭയ്ക്ക് എക്ലീസിയ എന്ന പദം കൊടുത്തത്? क्यों परमेश्वर कलीसिया को एक्लीसिया नाम का एक वचन दिया? ഭാവി ലോകത്തെ ഭരിക്കേണ്ടവരാണ് ദൈവസഭയെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ പദം കൊടുത്തത്. वो जानते थे कि आने वाले दिनों में उनको कलीसिया ही है जो इस संसार को चलाएगा. എന്ന് പറഞ്ഞാൽ നാം സാധാരണക്കാരല്ല. इसका मतलब है हम साधारण लोग नहीं हैं. നമ്മെ ദൈവം വിളിച്ച വിളിയുടെ ആഴം എത്ര വലുതാണ്. जो बुलावट हमें परमेश्वर ने दी है वो बहुत बड़ी है. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. हम कुरिन्थियों की किताब में इस प्रकार का एक वचन पढ़ते हैं. കൊരിന്ത്യലേഖനം 1-ാം അധ്യായം पहला कोरिन्थियों पहला अध्याय. വായിക്കുന്നത്, സഹോദരന്മാരെ നിങ്ങൾ വിളിയെ നോക്കുവിൻ, मेरे भाइयों तुम अपनी बुलावट को जाने. ലോകാഭിപ്രായ പ്രകാരം संसार के बुलावट के हिसाब से നമ്മൾ വായിക്കുന്നത് 26 വായിച്ചു. സഹോദരന്മാരെ ആ. നിങ്ങളുടെ വിളിയെ നോക്കൂ. നിങ്ങൾ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ആ. ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ആ. കുലീനന്മാരും ഏറെയില്ല. ശ്രദ്ധിക്കുക, ദൈവസഭയെ നോക്കിയിട്ട് ദൈവദാസനായ പൗലോസ് പറയും നിങ്ങളുടെ വിളിയെ ഒന്ന് നോക്കേ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. परमेश्वर के दास पौलुस अपने कलीसिया को देख किस प्रकार बोलता है, तुम अपनी बुलावट पे ध्यान दे. यहाँ पे ज्यादा दिमाग वाले लोग कम ज्यादा नहीं है, ज्यादा अच्छे लोग भी नहीं है, ज्यादा शक्तिशाली लोग भी नहीं है. 27-ാം വാക്യം വായിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആ. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമല്ലാത്തതും തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു യോഗ്യതയെ നോക്കിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. परमेश्वर ने हमारी योग्यता को देख के हमें नहीं चुना था. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നമ്മളുടെ സ്നേഹത്തെ വെളിപ്പെടുത്തി. हमारे पापी होने के बावजूद परमेश्वर के प्रेम ने हमें चुना है. ദൈവസ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്. परमेश्वर का प्रेम कितना अधीर है. നാം നമ്മുടെ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അവൻ നമ്മോട് പാപം ക്ഷമിച്ചു. जब अपने पापों को उठ के परमेश्वर को बताते हैं तो वो हमें क्षमा करते हैं, माफ करते हैं. നമുക്കറിയാവുന്ന കാര്യമാണ്. वो हम जानते हैं. എന്നാൽ ഒരു കാര്യം കൂടെ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. परंतु एक और बात कुलुस्सी किताब में इस प्रकार परमेश्वर के दास बोलते हैं. 2-ാം അധ്യായം, कुलुस्सी किताब 2रा अध्याय 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 14वां वचन. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും അയച്ചു. അവിടെ നിർത്തണം കേട്ടോ.
ഒന്നാമത് നമ്മൾ ചെയ്ത കാര്യം, അതിക്രമങ്ങൾ നാം അവനോട് ഏറ്റു പറഞ്ഞപ്പോൾ അതിക്രമങ്ങളൊക്കെ ദൈവം നമ്മോട് ക്ഷമിച്ചു. ആ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. जो पाप हमने अपने जीवन में करे थे, जो हमने परमेश्वर को सामने कन्फेस करके बताया, तो हमारे जीवन में जो चीजें विरोध में होनी थी वो परमेश्वर ने मिटा दी. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, मैं एक चीज आपसे पूछना चाहता हूँ, നിങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? जो आपके विरोध में थे, जो आपके अनुकूल थे, वो चीजों को आपने देखा है क्या? നമ്മുടെ ഈ ലോകത്തിൽ നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കോടതിയിൽ നമുക്കത് വിധി വന്നാൽ നമുക്ക് കാണാൻ പറ്റും. अगर संसार में अगर हम कुछ गलत चीजें करते हैं तो जब तक हमें कोर्ट में पनिशमेंट नहीं मिलता हम नहीं जान पाते. നമുക്ക് വിരോധമായ ഒരു വിധിയാണെങ്കിൽ ആ വിധി അനുസരിച്ച് ഈ ലോകത്തിലെ ഗവൺമെന്റ് കാര്യങ്ങൾ നടപ്പാക്കും. अगर हमारे विरोध में उसका जजमेंट आ रहा है तो वो ये जो कोर्ट है वो हमारे लिए एक अलग न्याय निकालेगा. ചിലപ്പോൾ ജയിലിൽ കിടക്കണമെന്നേക്കാം, പിഴയ്ക്കണമെന്നേക്കാം, തൂക്കുകയറ വരെ കിട്ടാം. शायद जेल में जाना पड़ेगा, चाहे शायद फांसी भी हो जाएगी. അത് നമുക്ക് കാണുന്ന കൈയെഴുത്താ. वो जिस प्रकार वहां पे न्याय हो रहा है उस प्रकार की बातें हैं. എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു മറ്റൊരു കൈയെഴുത്തുണ്ട്. परंतु यहाँ पे वचन बोलता है एक अलग एक न्याय भी है. അത് കാണാവുന്ന കൈയെഴുത്തല്ല, നമുക്കിത് ദുഷ്ടന് എഴുതിയ കൈയെഴുത്താ. वो जो हैंड राइटिंग है वो दिखता नहीं है, वो शैतान के द्वारा लिखा हुआ है. അത് മായ്ച്ചു കളഞ്ഞെന്ന് എഴുതിയേക്കുന്നത്. वो मिटा दिया है, इस प्रकार लिखा हुआ है. ഏത് ചട്ടത്താല? किस न्याय में मिटाया है? നമ്മോട് പാപം ക്ഷമിച്ച് അതേ ചട്ടത്താൽ നമുക്ക് വിരോധമായ जिस परमेश्वर ने हमारे पापों को क्षमा करा है उसी ने उस हैंड राइटिंग को मिटाया है हमारे ഞാൻ लिए. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पाए हैं? നമ്മൾ പറയും പാപം ക്ഷമിച്ചു ഞാൻ ദൈവവേദനായി തീർന്നു. हमने बोला कि पाप को क्षमा करके मैं परमेश्वर का बच्चा बन गया हूँ. അപ്പൊ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്. परमेश्वर ने इस प्रकार एक काम करा है. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ തലവേർ തമ്പുരാൻ മാറ്റും. परमेश्वर की ये योजना थी कि परमेश्वर तुम्हारे चरित्र को बदल दिया है. നിങ്ങൾ എത്ര പേര് ഈ വാക്യം ഇതിനു വായിച്ചിട്ടുണ്ടായിരുന്നു? कितने लोगों ने इस वचन को पहले पढ़ा है? നമുക്ക് കാണാതെ അറിയുന്ന വാക്യ, പക്ഷെ അതിന്റെ അകത്ത് പരിശുദ്ധാത്മ എഴുതിയ കാര്യം നമ്മൾ തിരിച്ചറിയത്തില്ല. वचन को हम पढ़ लेते हैं परंतु पवित्र आत्मा किस प्रकार की योजना बता रहे वो नहीं जानते हैं. ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം. आज की दिन आप ये चीज समझे. നമ്മോട് അതിക്രമം ക്ഷമിച്ച ചട്ടത്താൽ അവൻ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. हमारे पापों को क्षमा करने वाले परमेश्वर ने हमारे जीवन में जो विरोध में लिखा हुआ था उस लिखित को मिटा दिया है. അതുകൊണ്ട് കൃപയിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് കാണും. നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ കാരണം ആ കൈയെഴുത്ത് മായ്ച്ചതുകൊണ്ടാണ്. इसलिए जब आप कृपा में आते हैं तो परमेश्वर आपके लिए द्वारों को खोलता है. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. जितने लोग खुश हो अपने हाथों को उठा के परमेश्वर को धन्यवाद ഇന്ന് करें. പകൽ നാം സാധാരണക്കാരല്ല. हम साधारण व्यक्ति नहीं हैं. നാം വിചാരിക്കും നമ്മളോട് പഠിച്ചവരെക്കാൾ വ്യത്യസ്തരായി ഈ തലമുറയിൽ നാം നിൽക്കാൻ കാരണം തമ്പുരാൻ നമ്മുടെ പാപം ക്ഷമിച്ച അതേ ചട്ടത്താൽ നമുക്ക് വിരോധമായ കൈയെഴുത്ത് മായിച്ചു. हम सोचते हैं कि हमारे साथ पड़े हुए लोगों से हम लोग अलग क्यों हैं, तो परमेश्वर का अर्थ ये है परमेश्वर ने आपके चरित्र को बदला है. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ വന്നത്. ये सब जान के हम लोग परमेश्वर के पास नहीं आए हैं. കർത്താവ് നമ്മെ സ്നേഹിച്ചു, നാം ദൈവത്തെ സ്നേഹിച്ചു, കൃപയിൽ വന്നപ്പോൾ തമ്പുരാൻ ചെയ്യുന്ന കാര്യമായത്. परमेश्वर ने हमें प्रेम करा, हम परमेश्वर को जानने लगे, उस प्रेम में परमेश्वर ने बदला നമ്മൾ है. മനസ്സിലാക്കണമെന്നില്ല. ये सब चीजें समझना जरूरी नहीं है, ഇത് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. परंतु जब हम ये चीजों को जानते हैं ദൈവം खुशी നമുക്ക് होती വേണ്ടി है. എത്ര വലിയ കാര്യമാണ് ചെയ്തത്. परमेश्वर हमारे लिए कितने बड़े कामों को करता है. നമ്മളെക്കാൾ യോഗ്യതയുള്ളവരെ മാറ്റി ഇപ്പൊ ജ്ഞാനികളായിരുന്നെങ്കിൽ ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും അങ്ങനെയുള്ള ആൾക്കാർ ഈ കൃപയിൽ വന്നേനെ. अगर दिमाग की बात होती तो यहाँ पे सारे साइंटिस्ट होते. ഇപ്പൊ ബലവാന്മാരായിരുന്നെങ്കിൽ ഗുസ്തിക്കാരൊക്കെ ആരും സഭയെ കണ്ടേനെ. अगर सामर्थ्य की बात होती तो सारे कुश्ती लड़ने वाले लोग यहाँ पे होते. കുലന്മാരായ രാജാക്കന്മാര് കണ്ടേനെ. अगर यहाँ पे नोबल लोग की बात होती तो सारे राजा बैठे होते. അവരെ ആരെയും വിളിക്കാൻ നമ്മളെ വിളിച്ച ആ ദൈവസ്നേഹം എത്ര വലുതാ. परंतु उनको बिना बुलाए परमेश्वर हमें बुलाए, उनके प्रेम को आप समझें. ആ സ്നേഹം ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. उस प्रेम को जब आप समझते हैं तो परमेश्वर की स्तुति करें. നമ്മള് പ്രപഞ്ചത്തിന്റെ ദൈവത്തിന്റെ മക്കളായി വിളിക്കാൻ ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നിയല്ലോ. इस सृष्टि के रचने वाले ने हमें अपना बच्चा समझा है, वो एक प्रेम हमारे लिए है. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നാം അവന്റെ സ്വന്തം ജനമെന്നാ പറയുന്നത്. पत्रोस में उस प्रकार लिखा है कि मैं उनकी खुद की सेना हूँ. അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച സ്വന്തം ജനമാണെന്നാ പറയുന്നത്. अंधकार में से प्रकाशन में बुलाए हुए खुद की सेना है परमेश्वर, किस प्रकार बोला है. हम किसको अपना बोलते हैं? വഴിയെ പോകുന്നതിന് നമ്മൾ സ്വന്തം എന്ന് പറയത്തില്ല. सड़क पर चलने वाले लोगों को थोड़ी बोलते हैं. ആൾക്കാരെ നമ്മൾ സ്വന്തം എന്ന് हम പറയുന്നത്. अपने लोगों को बोलते हैं कि ये मेरा अपना है. തമ്പുരാൻ നമ്മളെ കുറിച്ച് പറയും നമ്മൾ അവന്റെ സ്വന്തം ആൾക്കാർ. इसी प्रकार परमेश्वर हमें देख के बोलता है कि ये मेरा अपना है. രണ്ടാമത്തേക്ക് നമുക്കിവിടെ വളരെ മനോഹരമായ മൈക്കുണ്ട്. यहाँ पे हमारे पास एक अच्छा माइक है നമ്മുടെ ദൈവസഭ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചേക്കുന്ന മൈക്ക്. और ये हमारी कलीसिया में उपयोग करने के लिए खरीदा है. വലിയ വലിയ കൺവെൻഷനൊക്കെ ഈ മൈക്കല്ല, നമ്മൾ വാടകയ്ക്ക് മൈക്ക് എടുക്കും. परंतु ये कन्वेंशन के लिए हम किराए पे माइक लेते हैं. ആ മൈക്ക് ഇന്ന് ചിലപ്പം പാസ്റ്റർമാര് പ്രസംഗിക്കും, നാളെ പൊളിറ്റീഷ്യന്മാരായിരിക്കും പ്രസംഗിക്കുന്നത്.
और आज शायद वो कन्वेंशन में प्रचारक उसका इस्तेमाल कर रहा होगा, कल को शायद कोई नेता इस्तेमाल कर रहा होगा। തമ്പുരാൻ പറയുന്നത്, തിരുവചനം പറയുന്നത്, वचन बोलता है ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. परमेश्वर ने हमें खरीद लिया है, വാടകയ്ക്ക് വാങ്ങി എന്നല്ല പറയുന്നത്, किराए पे नहीं लिया है, വിലയ്ക്ക് വാങ്ങി. खरीद लिया है। ഈ മൈക്കിലൂടെ രാഷ്ട്രീയ പ്രസംഗം വരുമോ? इस माइक में से क्या कोई नेता बात करेगा? വരത്തില്ല, കാരണം നമ്മുടെ സ്വന്തമാ. क्योंकि ये हमारा अपना है, कोई नहीं बात करेगा। കാര്യത്തിലൂടെ നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത് ദൈവവചനം ഘോഷിക്കാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ. इस माइक से सिर्फ परमेश्वर की योजना, परमेश्वर की बुलावट निकलेगी। എന്ന് പറയുന്നത് പോലെ എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിലയ്ക്ക് വാങ്ങുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തം കൊണ്ടാ. उसी प्रकार परमेश्वर ने हमें खरीद लिया है, किसी सोने चांदी से नहीं, परंतु अपने बच्चे का बलिदान करके उनके लहू से खरीदा है। ചങ്കിലെ ചോര കൊടുത്ത് നമ്മൾ വാങ്ങിയത്. उन्होंने अपना लहू बहा के हमें खरीदा है। പിതാവായ ദൈവം നമ്മെ വീണ്ടെടുക്കാൻ കൊടുത്ത വില തന്റെ പുത്രന്റെ രക്തമാണ്. पिता परमेश्वर ने हमें खरीदने के लिए अपने बेटे का लहू बहा के दिया है। അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എത്ര വിലയേറിയവരാണ്. इसलिए आप समझे परमेश्वर के सामने आप कितने ज्यादा इंपॉर्टेंट हैं। നമ്മൾ സാധാരണക്കാരെ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചവരല്ല. आप साधारण तरीके से जीने के लिए नहीं बुलाए गए हो, നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. आप परमेश्वर के बच्चे हो। ആ തിരിച്ചറിവ് നമുക്ക് വേണം. वो पहचान आपके अंदर होनी നാം चाहिए। ശേഷം മനുഷ്യരെ പോലെ ആകാനല്ല തമ്പുരാൻ നമ്മെ आप एक വിളിച്ചത്. साधारण निर्चय हुए मनुष्य की तरह नहीं जीना है। ഇന്ന് പകൽ ആ തിരിച്ചറിവ് നമുക്ക് വേണം. आज के दिन वो बुलावट जरूरी है। തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. और थोड़े आगे बढ़ेंगे। നമ്മൾ ദൈവസഭയെക്കുറിച്ച് ചിന്തിച്ചത്, हम परमेश्वर की कलीसिया के बारे में सुन रहे थे। നമ്മളിപ്പോ ഈ വലിച്ചത് ഒരു കാര്യം നമ്മൾ വായിച്ചു, വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. विश्वास करने वाले लोगों के परमेश्वर की जो योग है, उनके विश्वास का क्या लेवल है। ഈ ലോകത്തിലെ എല്ലാ പവറും മെഷർ ചെയ്യാൻ പറ്റും. इस दुनिया की सारी शक्तियों का एक मेजरमेंट होता है। നമ്മളിപ്പോ മിക്സർ എത്ര വാട്ടാന്ന് അവർ പറയും, അതിന്റെ അളവ് പറയും, മെഷർ ചെയ്യാൻ പറ്റും. ये जो रखा हुआ मिक्सर है उसका कितना वॉट है वो हम बता सकते हैं। നമ്മുടെ വീട്ടിലെ മോട്ടറിന്റെ 2 ഹോഴ്സ് പവറോ 5 ഹോഴ്സ് പവറോ ഒക്കെ പറയാൻ പറ്റും. जो घर पे हम मोटर यूज करते हैं उसका पावर हम बता सकते हैं। ഇവിടെ നമ്മൾ ഒരു കാര്യം വായിക്കുന്നു, यहाँ पे इस प्रकार लिखा है, അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ അറിയണം. उनकी शक्ति का उनका जो कर्मों का जो अर्थ है वो तुम्हें जानना बहुत जरूरी है। ഇന്ന് പകൽ നമ്മൾ അറിയണം. वो आज जानना जरूरी है। അത് ഭക്തന്റെ പ്രാർത്ഥനയാണ്. वो एक भक्तजन की प्रार्थना है। ദൈവഭക്തനായ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. पौलुस की एक प्रार्थना है अपने कलीसिया के लिए। നിങ്ങളൊന്ന് അറിയണം. तुम ये जानो, 119 സംഗതി നമ്മളിങ്ങനെ വാക്യം കാണുന്നുണ്ട്. 119 अध्याय में इस प्रकार लिखा है, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്റെ കണ്ണൊന്ന് തുറക്കണം. तो हमारे आंखों खोल तो अद्भुत कार्यों को देखने के लिए। ഇന്ന് പകൽക്കാലം നാം ആ കണ്ണ് തുറന്ന് ദൈവവചനം കണ്ടാൽ നമ്മുടെ ചിന്താഗതി മാറും. जब हम अपनी आंखों खोल के उस वचन को देखते हैं तो हमारी सोच बदल जाएगी। വാക്യം വായിക്കുന്നുണ്ട്, रोम में इस प्रकार लिखा है, സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. मेरे भाइयों, मैं परमेश्वर के प्रेम को आपको बता के अपना वचन सुनाता हूँ। തൊട്ടടുത്ത ആരാധനയെ കുറിച്ച് വാക്യം നമ്മൾ उसके കാണുന്നു. बाद आराधना के बारे में बता रहे നിങ്ങളുടെ हैं। ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിപ്പിൻ. तो अपने शरीर को एक शुद्धिकरण करके परमेश्वर के लिए याग करें। നമ്മൾ കാലത്ത് 1.5 മണിക്കൂർ ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. 1-1.5 घंटे जो आराधना करें उसके बारे में बता रहे हैं। അടുത്ത വാക്യം പറയുന്നു, उसके बाद लिखा ഈ है, ലോകത്തിന് അനുരൂപമാകാതെ इस दुनिया के हिसाब से नहीं, വായിക്കാം. നന്മയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമുക്കൊരു മനസ്സ് രൂപാന്തരം വരണം. वहां पे हमारे जीवन में, हमारे दिल में एक बदलाव आना चाहिए। നമ്മുടെ ചിന്താഗതി മാറണം. हमारी सोच में एक बदलाव जरूरी है। നമ്മൾ എങ്ങനെയാ നമ്മൾ വ്യത്യസ്തരായ മനുഷ്യരാകുന്നത്? हम कैसे एक बदले हुए इंसान बनते हैं? നമ്മുടെ ചിന്താഗതി മാറുമ്പോഴാ. जब हमारी सोच बदलती है। എന്താ നമ്മുടെ ചിന്താഗതിയെ മാറ്റാൻ കഴിയുന്നത്? हमारी सोच को क्या चीज बदलती है? ഈ ദൈവ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന് നമ്മെ വ്യത്യസ്തപ്പെടുത്താൻ കഴിയും. परमेश्वर का जो वचन है वो हमारी सोच को बदलता അതിനെ है। നമ്മെ വ്യത്യസ്തപ്പെടുത്താൻ കഴിയത്തുള്ളൂ. वही है एक चीज जो हमारी सोच को बदल ഈ सकता വചനം है। നമ്മുടെ ഉള്ളിൽ വരണം. ये वचन हमारे अंदर आना जरूरी है। ഞാൻ പറഞ്ഞില്ല, ദൈവസഭയുടെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. मैं एक बार परमेश्वर के लिए से बता के अपने वचन को विराम करूंगा। എഫേസ്യ ലേഖനത്തിലെ പ്രധാന പ്രതിവാദി വിഷയം ദൈവസഭ എന്നതാണ്. एफएससी की किताब में सबसे बड़ा विषय परमेश्वर की कलीसिया है। ദൈവസഭയുടെ 6 വ്യത്യസ്തമായ ചിത്രങ്ങൾ അപ്പോസ്തലനിലൂടെ വരച്ചു കാട്ടുന്നു. यहाँ पे कलीसिया के 6 भिन्न भिन्न तरीके के चित्र हैं.
എഫേസ്യ സഭ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. एफिस की जो कलीसिया थी वो पौलुस के द्वारा निमित्त करी गई थी. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. अपोस्तल किताब में हम देख रहे हैं, നാം ഇങ്ങനെ വായിക്കുന്നു, हम इस प्रकार पढ़ते हैं. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ച് എഫേസസിലെത്തി. जब अपोलोस कोरिन्थ में बैठा था, पौलुस यात्रा करके वहां पहुंचता है. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടു. वहां पे कुछ शिष्यजन थे. നിങ്ങൾ പരിശുദ്ധാത്മാ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലരുടെ 19-ാം അധ്യായമായിരിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പൗലോസ് അപ്പോസ്തലൻ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? यहाँ पे पौलुस वो अपने शिष्यजनों को देख के पूछता है कि क्या तुमने पवित्र आत्मा को प्राप्त करा है? നമ്മൾ ചോദിക്കും രക്ഷിക്കപ്പെട്ടാണോ? हम पूछते हैं क्या तुमने उद्धार पाया है? ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും സ്നാനപ്പെട്ടാണോ? जब वो हाँ बोले तो हम पूछेंगे बपतिस्मा लिया है क्या? ഇത് രണ്ട് കേസ് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും പരിശുദ്ധാത്മാ പ്രാപിച്ചതാണോ? इन दोनों के पूछने के बाद हम पूछते हैं पवित्र आत्मा है क्या? പൗലോസിന്റെ കാഴ്ചപ്പാട് ഇച്ചിരി കൂടുതലായതുകൊണ്ട് പൗലോസ് നമ്മൾ മൂന്നാമത് ചോദിക്കുന്നത് ഒന്നാമത് ചോദിച്ചു. परंतु पौलुस की जो नजरअंदाज था वो अलग था, इसलिए पौलुस ने पहले पूछा पवित्र आत्मा पाया है क्या? അവർ ഉത്തരം പറഞ്ഞ എന്താണെന്നറിയാവോ? उनका जवाब इस प्रकार था, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ അവർക്ക് പറഞ്ഞു. ഇതിനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ല, ഈ കാര്യം അവർ കേട്ടിട്ട് പോലും ഇല്ല. उन्होंने इस प्रकार जवाब दिया कि पवित्र आत्मा नाम की कोई चीज हमें पता ही नहीं है. അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹനാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹനാൻ മാനസാന്തര സ്നാനം അത്രേ കഴിച്ചു. ശ്രദ്ധിക്കുക, അവിടെ പൗലോസ് ഒരു പ്രമാണത്തിൽ വചനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തി. तो वहां पे पौलुस वचन के आधार पर उनको समझाता है, അവരുടെ മേൽ കൈവച്ചു, वो उनके ऊपर हाथ रखता है അവര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. और वहां पे वो लोग पवित्र आत्मा को प्राप्त करते हैं. അവരെത്ര പേരാണെന്ന് അറിയാമോ? वो कितने लोग थे? 12 പേരായിരുന്നു എഫേസ്യ സഭയിൽ ഉണ്ടായിരുന്ന ആളുകളെ. वो 12 लोग थे जो एफिस की कलीसिया में थे. എന്നാൽ പൗലോസോട് ഒരു 3 മാസം ദൈവവചനം പ്രസംഗിച്ചു. നമ്മൾ അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അവൻ പള്ളിയിൽ ചെന്നും ദൈവരാജ്യത്തെക്കുറിച്ചും സംവാദിച്ചും സമ്മതിപ്പിച്ചുകൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 3 മാസം പ്രസംഗിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്ന 11-ാം വാക്യം, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീരപ്രവൃത്തികൾ ചെയ്യുകയാൽ അവന്റെ മേയ്മേൽ റൂമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ആദ്യം ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ യഥാസ്ഥാനപ്പെട്ടു. यहाँ पे सबसे पहले परमेश्वर के वचन को समझाया गया, वचനം പ്രസംഗിക്കപ്പെട്ടു, उसके बाद प्रचार करा गया, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, उसके बाद चमत्कार हुए. അടുത്ത് നടന്ന കാര്യം उसके बाद जो हुआ, ദൈവസഭ ആ പട്ടണത്തിന് ഒരു വെല്ലുവിളിയായി ഉയർന്നു. और उसके बाद ये जो कलीसिया थी वो उस शहर के लिए एक चुनौती बन गई. ആ സഭ മൂലം ആ പട്ടണം കലങ്ങുവാനിടയായി തീർന്നു. और उस कलीसिया के दौरान वो पूरा जो शहर था वो हिल डगमगा गया. വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ ചില മന്ത്രവാദികൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വിറ്റതായി നമ്മൾ വായിക്കുന്നു. വായിക്കാമോ അത്? ഇന്നാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കും. और आज का समय होता तो सेकंड हैंड के भाव में बेच देते. അവരുടെ മാനസാന്തരം അല്ലായിരുന്നു, परंतु उनका जो उद्धार था वो ऐसा नहीं था. അവർക്ക് മനസ്സിലായി ദൈവവചനത്തിനെതിരാണ്, उनको समझ में आ गया कि ये परमेश्वर के विरुद्ध ദൈവമാർഗത്തിനെതിരാണ്, ये परमेश्वर के मार्ग के विरुद्ध है. 1-2 രൂപ 50,000 വെള്ളിക്കാശിന്റെ പുസ്തകങ്ങൾ വിറ്റ് കളഞ്ഞു. 50,000 सिक्कों के जो उसके कीमत थी उसकी, ദൈവവചനം വരുത്തുന്ന മാനസാന്തരം, वो जला दिया. परमेश्वर के ദൈവവചനം വരുത്തുന്ന മാറ്റമാണ്, वो परमेश्वर के द्वारा एक बदलाव था. അങ്ങനെ പ്രബലമായിരുന്ന ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്. उस प्रकार परमेश्वर कलीसिया के लिए लिखा हुआ एक वचन है ये. ഒന്നാമത്തെ കാര്യം പറയുന്നു, ദൈവസഭ पहली बात है 1-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുക. ദൈവസഭയുടെ ഒന്നാമത്തെ ചിത്രം പൗലോസ് കാണും, ദൈവസഭ ശരീരമാണ്. और यहाँ पे पौलुस इस बार सिखाता है कि परमेश्वर की जो कलीसिया वो एक शरीर है. നമ്മളെല്ലാവരും ശരീരത്തിലെ അവയവങ്ങൾ ആയിരിക്കുന്ന പോലെ ദൈവസഭയിലെ അംഗങ്ങൾ അവയവങ്ങളാണ്. जिस प्रकार हमारे शरीर में एक अलग अलग भाग है, उसी प्रकार परमेश्वर की कलीसिया एक भाग है. ഞാനിപ്പോ കാലത്ത് ഇങ്ങോട്ട് വന്ന വഴിക്ക് जब मैं सुबह जब आ रहा था, എന്റെ കാല് തട്ടി, मेरे पैर ऐसे लगा, വേദന എടുത്തിരിക്കട്ടെ, थोड़ा दर्द हुआ. കാലിലല്ലേ കുഴപ്പമൊന്നും, എനിക്ക് പോരാൻ പറ്റുമോ? मैं ऐसे नहीं कर सकता ना कि अरे पैर ही तो है, छोड़ो. എന്റെ ശരീരത്തിലൊരു അവയവം വേദന എടുത്താൽ എന്റെ ശരീരത്തിന് മൊത്തം അത് ബുദ്ധിമുട്ടാ. क्योंकि मेरे शरीर का एक हिस्सा है, इसलिए मैं छोड़ नहीं सकता ऐसे. ഇവിടെ ആർക്കെങ്കിലും മാനം കിട്ടിയാൽ ദൈവസഭയ്ക്ക് മാനമാണ്.
अगर यहाँ पे किसी का एक अच्छा भलाई हो रहा है तो सबकी അപമാനം भलाई है, വന്നാലും ദൈവസഭയ്ക്ക് അപമാനമാണ്. और अगर यहाँ पे किसी की बुराई है तो कलीसिया की बुराई നമ്മളെല്ലാവരും है. അതിലെ അംഗങ്ങളാ. हम सब लोग उसके भाग हैं. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ഗുണമാണ് ദൈവസഭയുടെ ഗുണം. इसलिए हम सबकी भलाई है परमेश्वर की कलीसिया की भलाई. ഒരാൾ വേദനിച്ചാൽ ദൈവസഭ വേദനിക്കും. अगर यहाँ पे एक व्यक्ति निराश है तो सब निराश रहेंगे. എത്ര മനോഹരമായ ഒരു പരാമർശം നടത്തിയത്. നമ്മള് കർത്തൃമേശയ്ക്ക് പറയും അപ്പം ഒന്നാകൊണ്ട് നാം എല്ലാവരും ഏക ശരീരമാണ്. उसी प्रकार हम परमेश्वर के भोज में बोलते हैं जिस प्रकार रोटी एक समान है हम सब लोग समान हैं. ആ നിലയിലാ നമ്മെ ദൈവം കാണുന്നു. उस तरीके से परमेश्वर हमें देखता है. നമ്മൾ പക്ഷെ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാകാം, हम लोग अलग अलग परिवारों से आए हैं, വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണ്. हम अलग अलग बैकग्राउंड से आए हैं, വിദ്യാഭ്യാസം വേറെയാണ്. हमारा एजुकेशन बैकग्राउंड लेवल अलग നമ്മൾ है. ഒന്നിക്കുന്ന കാര്യം യേശു ക്രിസ്തു, जब हम जुड़ते हैं वो उसका विषय ये है यीशु मसीह. അവന്റെ ശരീരമാകുന്ന സഭ. हम उनकी कलीसिया, हम उनका शरीर हैं. അടുത്തിരിക്കുന്ന ആളെ നോക്കിട്ട് അങ്ങോട്ട് തോന്നുന്നുണ്ടോ? अपने आस पड़ोस बैठे हुए लोग को देख लग रहा है क्या? പകലെ തിരിച്ചറിയണം. अगर नहीं हो पा रहा तो देख के നാം समझे എല്ലാം ഒരേ സഭയിലെ അവയവങ്ങളാണ്, हम सब लोग ഒരേ कलीसिया का भाग ശരീരത്തിലെ हैं, അവയവങ്ങളാണ്. एक शरीर का भाग है. എന്റെ സഹോദരന് വേദനിച്ചാൽ സഭയ്ക്ക് അതിന്റെ കേട്. अगर मेरे भाई को दर्द होगा तो मेरी कलीसिया को दर्द होगा. ഇന്ന് പകൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. उस आज के दिन ऐसी एक योजना में रहें. രണ്ടാമത്തേക്ക് ഞാൻ വേഗത്തിൽ വാക്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകും. രണ്ടാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങൾ. दूसरा अध्याय 21 और 22 वचन. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ ഈ നിവാസമാകേണ്ടതിന് ലോകത്തിൽ ഒരു വളരുന്ന കെട്ടിടം ഉണ്ടെങ്കിൽ ദൈവസഭയാണ്. अगर यहाँ पे संसार में कोई बढ़ने वाली एक बिल्डिंग है तो परमेश्वर की कलीसिया है. നമ്മളിവിടെ മാർബിൾ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് ആ കല്ലുകൾ ഒന്നൊന്നായി വെക്കുന്ന കാണാൻ പറ്റത്തില്ല. यहाँ पे मार्बल लगा हुआ है, इसलिए आप लोग उस पत्थरों को नहीं देख पा रहे हैं. ജോസാനൊക്കെ കല്ലൊട്ടിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതാ. जोस ब्रदर ने भी बहुत मेहनत करी है यहाँ पे. അപ്പൊ യേശുക്രിസ്തു മൂലക്കല്ല്, यीशु मसीह हमारा सेंटर है, അതിന്റെ മുകളിൽ കല്ലുകല്ലായി നമ്മെ പണിതിരിക്കുക. उसके ऊपर एक एक करके हम सबको बनाया गया है. ഒരു കാര്യമുണ്ട്, एक एक बात है, ആദ്യം വരുന്ന കല്ലുകളാ ഇതിന്റെ മോളിൽ വെക്കുന്ന കല്ലിന്റെ ഭാരം ചുമക്കുന്നത്. और जो सबसे पहले जो पत्थर रखा गया वो सारे बोझ को उठाता है. അതിന്റെ അർത്ഥം തന്നെ ആദ്യം വരുന്ന വിശ്വാസികള് പുതുതായി വരുന്ന വിശ്വാസികളെ ഭാരം ചുമക്കണം. उसका अर्थ यह है जो पहले विश्वासी यहाँ पे हैं वो नए विश्वासियों का साथ दें. ഇവരെല്ലാം കൂടി മനോഹരമായ കെട്ടിടമായി പണിയാണ്. और उसके बाद वो एक अच्छे से एक इमारत बन जाती है. അതാണ് ദൈവസഭ. वो है परमेश्वर की അത് कलीसिया വളർന്നുകൊണ്ടിരിക്കുക. और वो बढ़ती जा रही है. സ്തോത്രം. മൂന്നാമത്തെ കാര്യം പറയുന്നു, तीसरी बात इस प्रकार है, 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികൾ ആകണമെന്നുള്ളതും തന്നെ. 5 ചേർത്ത് വായിക്കാം. ആ മർമ്മം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനൻ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും നമുക്കറിയാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 2 കൂട്ടർ മാത്രം, ഒന്ന് ജാതികൾ, 2 യഹൂദന്മാർ. हम लोग जानते हैं परमेश्वर के हिसाब से यहाँ से सिर्फ 2 जातियां हैं, एक है जेंटाइल्स, एक है जीव. നമ്മുടെ ഈ സംഗീത മനസ്സുകൊണ്ട് നമ്മൾ പറയും നമ്മളെ ക്രിസ്ത്യാനികൾ അല്ലാത്തൊരു ജാതികൾ എന്ന് പറയും. और हम लोग अपने दिमाग के हिसाब से ऐसे बोलते हैं कि हम लोग तो क्रिश्चियानी हैं, बाकी सारे संसारिक लोग हैं. അങ്ങനെയല്ല. ऐसा नहीं है. യഹൂദന്മാരും ജാതികളും. जेंटाइल्स और ज्यूस, നമ്മൾ ആരാണ്? हम लोग कौन है? ജാതികളായിരുന്നു നാം കൃപയിൽ ദൈവത്തിന്റെ മക്കളായി. हम लोग जेंटाइल्स है परंतु परमेश्वर की कृपा में हम लोग परमेश्वर के बच्चे बन गए. അതിനെക്കുറിച്ച് പോലീസ് പറയും മുമ്പേ കരം ലഭിക്കാതെ ഇപ്പോൾ കരം ലഭിച്ചവർ, മുമ്പേ കരം ലഭിക്കാത്തവർ ഇപ്പോൾ കരം ലഭിച്ചവർ. उसमें पौलुस इस प्रकार बोलता है जिनको पहले उद्धार नहीं मिला परंतु अब उद्धार मिल गया है. ദൈവം തനിക്ക് വേണ്ടി ഒരു രാജ്യത്തെ വേദനിപ്പാൻ ദൈവത്തിന് തിരിഹിതമായപ്പോൾ परमेश्वर ने अपने लिए जब एक राज्य को तैयार करा, ദൈവം ഒരു രാജ്യത്തെ അല്ല തിരഞ്ഞെടുത്തത്. परमेश्वर ने एक राज्य को नहीं चुना था, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. परमेश्वर ने एक मनुष्य को चुना था. അബ്രഹാം എന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തു. अब्राहम नाम के एक मनुष्य को चुना था. അബ്രഹാമിലൂടെ പരമ്പരയായി ഒരു രാജ്യം നിലവിൽ വന്നു. और अब्राहम के द्वारा पीढ़ी दर पीढ़ी एक राज्य बन गया. അവര് മാത്രമായിരുന്നു ദൈവത്തിന് വേണ്ടപ്പെട്ടവർ. और सिर्फ वही थे परमेश्वर के चाहिए. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു परंतु यहाँ पे पौलुस बोलता है ജാതികൾ ദൈവത്തിന്റെ കൂട്ടവകാശികളാകണം. जो जाति के लोग हैं वो परमेश्वर के प्रेमी बनने पाए. ആ പ്ലാനിലാണ് ഞാൻ നിങ്ങളൊന്നും और ആയിരിക്കുന്നത്. उस एक प्लान में हम सब लोग आते हैं. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. हम लोग कितने भाग्यवान हैं. അനേക കിട്ടാതെ പോയ ഭാഗ്യം ദൈവവൈൽ എന്ന ദൈവത്തിന്റെ മഹാദൈവത്തിന്റെ പദ്ധതിയിൽ അംഗങ്ങളായ ഈ തലമുറയിൽ ദൈവം നമുക്ക് അവകാശം തന്നു. ये जो भाग्य जिसमें हम हैं अनेक लोगों को नहीं मिला परंतु हम लोग उस भाग्य के भागीदारी हैं. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? कितने लोग परमेश्वर का धन्यवाद कर सकते हैं. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ എടുക്കുവാണ്. मैं 2 मिनट और आपसे मांग के लूंगा. 4-ാം അധ്യായം 4था वाक्य, അതിന്റെ 32-ാം വാക്യം. 4था अध्याय का
32 वचन। നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. ക്ഷമിക്കുന്ന സഭ. माफ करने वाली कलीसिया। ഈ മലയാളികൾ പറയും എന്നാ പറയുന്നത്, ക്ഷമ ആട്ടുസൂപ്പിന് ഗുണം ചെയ്യുമെന്ന് പറയും. मलयाली लोग ऐसा बोलते हैं कि अगर तुम माफ करोगे तो वो बकरी के सूप के समान है। അത് ഈ തല്ലു പിടിക്കാൻ പോകുന്നതിനെ കുറിച്ച് അത് പറയുന്നത്. वो लड़ाई करने वाले लोग के बारे में बोल रहे हैं। എന്നാൽ ഇവിടെ പറയുന്നു परंतु यहाँ पे इस प्रकार बोला है, ദൈവസഭ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. परंतु कलीसिया जो है वो माफ करने वाली और प्रेम करने वाली कलीसिया होनी चाहिए। वो कलीसिया की एक पहचान है। അഞ്ചാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം. और 5वीं बात मैं ऐसे बताऊंगा। ദൈവ കുടുംബം സഭയോട് അവിടെ കാണുന്നു. ഇത് അതിന് 32-ാം വാക്യം. ഈ മർമ്മം വലുത്. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. മതി. ദൈവസഭയെ കുടുംബത്തോട് പരിചയപ്പെടുത്തിയിരിക്കുന്നു. 5वीं बात यह है कि परमेश्वर की कलीसिया को परिवार के समेत पहचाना है। ദൈവസഭയുടെ ഏറ്റവും അവസാനത്തെയും പ്രധാനമായ കാര്യം 6-ാം വാക്യം 19-ാം വാക്യം. 19. और आखिरवा 6 अध्याय 19 वचन। ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പാർഗത്യത്തോടെ അറിയിക്കുവാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥിക്കുന്ന ദൈവസഭ. यहाँ पे प्रार्थना करने वाली कलीसिया के बारे में बताया है। ദൈവസഭ പ്രാർത്ഥന എന്ത് കാര്യം വരെ നടക്കും? प्रार्थना करते तो क्या क्या होता है? ഇന്നത്തെ പോലെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതിരുന്ന കാലത്ത് ദൈവദാസന്മാരെ ജയിലിലിട്ടു. जिस पुराने समय में जब आज की तरह एक गवर्नमेंट की पावर नहीं थी तो परमेश्वर के दास को जेल में डाल दिया। യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. याकूब को एक तलवार से मार दिया। ഇതറിഞ്ഞ ദൈവസഭ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. और ये जब कलीसिया को पता लगा तो उन्होंने पूरी आत्मा से प्रार्थना करी। അവർ പ്രാർത്ഥിച്ച മുറിയിൽ ഉത്തരമായി പത്രോസ് വന്നു. जिस कमरे में उन्होंने प्रार्थना करी वहां पे एक उत्तर लेके पौलोस पहुंचा। ചങ്ങലകൾ ബന്ധിക്കപ്പെട്ട ജയിലിനകത്ത് പ്രാർത്ഥനയുടെ ഉത്തരം വന്നു. जो एक पीड़ित था, जेल में था, वहां पे एक जवाब पहुंचा। ദൈവത്തിന് മാറ്റമില്ല. वहां परमेश्वर में कोई बदलाव नहीं है। ഇന്നും ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. आज भी परमेश्वर की कलीसिया की प्रार्थना का जवाब ऐसे ही आता है। ഇന്ന് പോൽക്കാലം നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. इसलिए आप प्रार्थनाओं में बने रहे। ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. एक बात बोल के समाप्त करूंगा। എന്തിനാ ദൈവസഭയെ ദൈവം ഈ ലോകത്തെ ആക്കിയിരിക്കുന്നത്? परमेश्वर ने हमें इस संसार में क्यों रखा है? നമ്മളെ മനസ്സ് സ്വർഗ്ഗത്തിൽ പോകാൻ ദൈവം നമ്മെ വിളിച്ചതെന്ന് പറയും. स्वर्ग में जाने के लिए रखा है, हमें इस प्रकार बोलते हैं। അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനയുടെ പിറ്റേ ദിവസം നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയിരുന്നല്ലോ. इसलिए हम उद्धार पाते ही हम तो स्वर्ग में जा सकते थे। ദൈവജനം പറയുന്നു നമ്മൾ ദൈവത്തിന്റെ ദൈവ സ്വഭാവത്തിന് ഉടമകളാകാൻ. परमेश्वर का वचन बोलता है कि आप परमेश्वर की तरह बने। इसलिए നമ്മൾ നിഷ്കളങ്കങ്ങളും പരമാർത്ഥികളുമാകാൻ एफएससी बोलता है तू एक अच्छे दिल वाले एक मनुष्य बन। इसलिए നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം. हमारे अंदर एक बदलाव। നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. हमें देखने वाले लोग मसीह को देखें। സ്തോത്രം. ഒരിക്കൽ സ്വാമി വിവേകാനന്ദ ഇങ്ങനെ പറഞ്ഞു, एक बार स्वामी विवेकानंद इस प्रकार बोलते हैं, ഞാൻ യേശുവിന്റെ കാലത്തായി ജീവിച്ചിരുന്നെങ്കിൽ, अगर मैं यीशु मसीह के समय में जी रहा होता, ഞാൻ എന്റെ കണ്ണുനീര് കൊണ്ടല്ല, मैं अपनी आंसुओं से नहीं, എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാൻ യേശുവിന്റെ പാദം കഴുകുമെന്ന് പറഞ്ഞു. मैं अपने लहू से यीशु मसीह के पैरों को धोता। എത്ര മനോഹരമായ എത്ര ഉദാത്തമായ പഠിപ്പിക്കല കർത്താവിൻ്റെത്. कितनी अच्छी सीख है जो परमेश्वर में देते हैं। അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ अगर हम उसको अपने जीवन में इंप्लीमेंट करते हैं നാം तो വ്യത്യസ്തരായി തീരും. हम एक अलग पहचान बन जाएंगे। എന്താ കാര്യം? उसका अर्थ क्या है? ഒടുവിൽ കാഹളം ധ്വനിക്കും. क्योंकि आखिर समय में परमेश्वर की बुलाहट आएगी। എഴുന്നേൽക്കും. मृत्यु हुए लोग उठेंगे। ജീവനോടെ ശേഷിക്കുന്ന നാം जो जीवित हैं അവനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. वो सब परमेश्वर के साथ उठाए जाएंगे। ദൈവസഭയെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. इसलिए परमेश्वर हम सब लोग को यहाँ पे रखा हुआ है। എങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. हम सब लोग अपनी आंखों को बंद നമ്മെ करेंगे। വിളിച്ച് വിളിയുടെ ആഴം, हमारी जो बुलावट है उसकी गहराई, വിരോധവും പ്രതികൂലമായ കയ്യെഴുത്തും അയച്ചു हमारे लिए जो विरोध में था उसको मिटा दिया है, കൃപയോട് വലിച്ചെടുപ്പിച്ചു, अपने कृपा से जोड़ा ഏക है, ശരീരമാക്കി एक शरीर बना നല്ല के കൂട്ടായ്മ തന്നു. अच्छी संगति दी है। എങ്കിൽ ഇന്ന് പകൽ इसलिए हम आज के दिन ദൈവം വിളിച്ച വിളിയുടെ ആഴം നാം തിരിച്ചറിയണം. परमेश्वर की बुलावट की गहराइयों को समझें। നമ്മളെ എത്ര ആഴമേറിയ വിളിയാണ് തമ്പുരാൻ चाहे വിളിച്ചത്. जितनी गहरी बुलावट क्यों ना हो, എന്തിനു വേണ്ടി വിളിച്ചത്? क्यों बुलाया है? അവന്റെ മക്കളും അവകാശങ്ങളുമായിരിക്കാൻ. क्योंकि हम लोग उसके एक अधिकारी बन जाएं। അങ്ങനെയാണ് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. इसलिए हम प्रार्थना करेंगे।